ഇതിനകത്ത് ഹരീഷ് കണാറിനെ ഉന്നയിക്കുന്ന പ്രശ്നവും പരാതിയും വളരെ കൃത്യതയുള്ളതാണ്. അദ്ദേഹം വെറുതെ കാറടച്ച് വെടിവെക്കുകയല്ല. ആദ്യം അദ്ദേഹം ഒരു അഭിമുഖത്തിൽ തനിക്ക് 20 ലക്ഷം രൂപ ഒരാൾക്ക് കടം കൊടുത്തു, ആ കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചോടെ ഞാൻ ശത്രുവായി, പിന്നെ എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നീട് ഇന്നലെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കൊച്ചിയിലെ എൻ്റർടൈൻമെൻറ്റ് നോക്കുന്ന ചന്ദ്രയുടെ അഭിമുഖത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഈ ആളാരാണെന്ന് വെളിപ്പെടുത്താൻ എനിക്ക് മടിയൊന്നുമില്ല, ചിലപ്പോൾ അതുകൊണ്ട് എൻ്റെ സിനിമകൾ നഷ്ടമായേക്കാം, ഞാൻ വല്ല സ്റ്റേജ് ഷോയോ മറ്റൊക്കെ ചെയ്ത് ജീവിച്ചോളാം, അത് ബാദുഷയാണെന്ന്. ബാദുഷ ആരാണെന്ന് അന്വേഷിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നിപ്പം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും താരപദവിയുള്ള പ്രൊഡക്ഷൻ കൺട്രോളറാണ്. എല്ലാ പ്രധാനപ്പെട്ട താരങ്ങളുമായിട്ടും ബന്ധമുള്ള, അവരുടെ എല്ലാം ഡേറ്റ് മാനേജ് ചെയ്യാൻ ശേഷിയുള്ള, സിനിമയ്ക്കകത്ത് ഒരു മാനിപ്പുലേഷൻ ശേഷിയുള്ള മനുഷ്യനാണ് ബാദുഷ. ചെറിയ ആളല്ല. അദ്ദേഹം ഇപ്പോൾ സിനിമകൾ നിർമ്മിക്കുന്നു. ഏറ്റവും അവസാനമുള്ള ഹണി റോസിൻ്റെ റേച്ചൽ അദ്ദേഹം നിർമ്മിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചാണ് ഈ പരാതി ഉന്നയിക്കുന്ന കാര്യം കേൾക്കണം. എന്നിട്ട് ഈ ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹമായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു, പല കാര്യങ്ങൾക്കും ബന്ധപ്പെട്ടിട്ടുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹം പലപ്പോഴും പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നേരത്തെയും കേട്ടിട്ടുണ്ട്, അദ്ദേഹം പലയിടത്തും ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും ഒരു ഇന്നടത്ത് സഹായം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ ബാദുഷ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പലയിടത്തും വന്നതിനെക്കുറിച്ച് ആൾക്കാർ ഫേസ്ബുക്ക് എഴുതിയിട്ടുണ്ട്. ഹരീഷ് പറയുന്നു, ചാരിറ്റി പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ പൈസ ചോദിക്കുമ്പോൾ കൊടുത്തിട്ടുണ്ട്, വൻതോ കൊടുത്തു എന്നാണ്, എത്ര കൊടുത്തു എന്ന് അറിയില്ല. അപ്പോൾ ആ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ഹരീഷിനിടയ്ക്ക് ഭയങ്കര തിരക്കായിരുന്നല്ലോ സിനിമയിൽ. അപ്പോൾ ആ തിരക്കിനെ ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ പങ്കാളിത്തം ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഒരു 20 ലക്ഷം രൂപ മറിക്കാൻ വേണമെന്ന് വെച്ചാൽ പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരുമാണല്ലോ, കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ആ കൊടുത്തു, ആ കുറേ 1-2 വർഷം ആ പൈസ ചോദിച്ചില്ല അദ്ദേഹം പറഞ്ഞത്. കാരണം അത്രയും ഹരീഷിനും തിരക്കുണ്ട്, ഈ പൈസയൊന്നും തിരിച്ചു ചോദിക്കേണ്ട അത്യാവശ്യം അദ്ദേഹത്തിന് മുമ്പിലില്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണല്ലോ അദ്ദേഹത്തിന് പൈസയ്ക്ക് ആവശ്യമുണ്ടാവും, തിരക്കുകൾ കുറഞ്ഞു. 20 ലക്ഷം രൂപ ഒട്ടും ചെറിയൊരു പൈസയല്ല, നടനെ സംബന്ധിച്ചും ചെറുതല്ല, നമ്മളെ സംബന്ധിച്ച് ഒട്ടുമേ ചെറുതല്ല. ആ പൈസ തിരിച്ചു ചോദിക്കുന്നു. തിരിച്ചു ചോദിക്കുമ്പോൾ അദ്ദേഹം തരാം എന്ന് പറയുന്നുണ്ട്, വാങ്ങിച്ചിട്ടില്ലല്ലോ എന്നും പറയുന്നില്ല, തരാമെന്ന് പറഞ്ഞു തന്നെയാണ് ഹരീഷ് പറയുന്നത്. 1-2 തവണയായി കഴിഞ്ഞപ്പോൾ ഹരീഷിന് തന്നെ ആകപ്പാടെ ഒരു ആശയക്കുഴപ്പം. ഹരീഷ് ഇടവേള ബാബുവിനെ വിളിച്ച് സംസാരിക്കുകയും ഇടവേള ബാബു അപ്പുറത്ത് വിളിച്ച് ചോദിക്കുകയും അത് അദ്ദേഹം വാങ്ങിച്ചിട്ടുള്ളതാണ്, അത് നീ എങ്ങനെയും വാങ്ങിക്കാൻ ശ്രമിക്കുക എന്ന് വീണ്ടും പറയുകയും ചെയ്തെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇടവേള ബാബുവിൻ്റെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം ഈ സന്ദർഭത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. കാരണം വേറെ ചില ആളുകൾ ഇടപെട്ടൊന്നുമല്ല, ഇടവേള ബാബുവിൻ്റെ പേര് തന്നെയും പറയുന്നു. ഇടവേള ബാബു ദീർഘകാലം അമ്മയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ഭയങ്കരമായ ബന്ധങ്ങളുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് ഇടവേള ബാബു 2 കാര്യങ്ങളാണുള്ളത്. ഇടവേള ബാബു നിഷേധിക്കുന്നില്ല, ബാദുഷ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, എൻ്റെ റേച്ചൽ സിനിമ റിലീസാവും പോവാണ്, അതിനുശേഷം പ്രതികരിക്കാവുന്നതാണ്. അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് 1 വീക്ക് ആവുന്നു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ പേര് നമ്മളുടെ ഇൻ്റർവ്യൂവിലൂടെ പുറത്തു വന്നതിന് ശേഷവും ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല എങ്കിൽ ഇല്ല എന്ന് അദ്ദേഹത്തിന് ഒരു വാക്ക് പറയാമല്ലോ. അതിന് റേച്ചൽ സിനിമ കഴിയാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പൈസ തിരിച്ചു കൊടുക്കാം എന്ന് അദ്ദേഹം പറയുന്നില്ല, അതിന് കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ആ വ്യക്തത നിലനിർത്തിയിരിക്കുകയാണ്. ഒന്നിൽ പൈസ വാങ്ങിച്ചിട്ടില്ല എന്ന് പറയണം, അല്ലെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുത്തു എന്ന് പറയണം, അല്ലെങ്കിൽ ഞാനത് കൊടുക്കാം എന്ന് പറയണം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പൈസ തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ ഒരു പ്രധാനപ്പെട്ട സിനിമയിലെ എൻ്റെ അവസരം അദ്ദേഹം നഷ്ടമാക്കി എന്നുള്ളതാണ്. തൊഴിൽ തടഞ്ഞു എന്ന് പറയുന്ന ആരോപണം അതിഗുരുതരമാണ്. ARM സിനിമയിലേക്ക് വിളിച്ചപ്പം ഈ ഇദ്ദേഹത്തിന് ആദ്യം വിളിച്ച് ഡേറ്റ് ബ്ലോക്ക് ചെയ്തിരുന്നു. അതിനുശേഷം പൈസ ചോദിച്ചപ്പം ഈ ബാദുഷ അവിടെ സെറ്റിൽ പറഞ്ഞത് ഹരീഷിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, കിട്ടുന്നില്ല, അയാൾക്ക് വേറെ വല്ല തിരക്കാണെന്ന് പറഞ്ഞാൽ ഒഴിവാക്കി. ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ അയാളുടെ തൊഴിൽ തടഞ്ഞു. ഇന്ത്യ ആകമാനം ഹിറ്റായ ഒരു വലിയ പടത്തിൽ ചാൻസ് തടഞ്ഞിരിക്കുകയാണ്. ചെറിയ ആരോപണമൊന്നുമല്ല. ഈ 2 ആരോപണങ്ങളോട് മറുപടി പറയാനുള്ള ബാധ്യത ബാദുഷയ്ക്കുണ്ട്. ഇപ്പോഴും ബാദുഷ മൗനം അവലംബിക്കുന്നതിന് പേരിൽ അദ്ദേഹത്തിന് ഒളിക്കാൻ കുറേ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മറുപടി ഉണ്ടാക്കാൻ അദ്ദേഹം ടൈം എടുക്കുകയാണ്. അത് ചെറിയ കാര്യമൊന്നുമില്ല. പല ആളുകളായിട്ടും കണക്റ്റഡായിട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇടവേള ബാബുവുമായി ബന്ധപ്പെടുത്തി പോലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റയടിക്കൊന്നും നിഷേധിക്കാനും പറ്റില്ല. നിഷേധിക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള അടരുകളുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു മറുപടി പ്രിപ്പയർ ചെയ്യാൻ, അദ്ദേഹം ഒരു പ്രതിരോധം സെറ്റ് ചെയ്യാൻ സമയം എടുക്കുന്നു വേണം വിചാരിക്കാൻ. അല്ലെങ്കിൽ എന്താ, ജെന്യുവിൻ ആണെങ്കിൽ ഷിത പറയുകയാണ് എൻ്റെ 20 ലക്ഷം വാങ്ങിച്ചു, ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഞാൻ അപ്പോൾ ഉടനെ റെസ്പോണ്ട് ചെയ്യില്ലേ, സ്പോണ്ടേനിയസ് ആയിട്ട്. അതുണ്ടായിട്ടില്ല. അപ്പോൾ സിനിമയ്ക്കകത്ത് പലതരത്തിലുള്ള ഇത്തരം ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്ന് കാണണം. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ വന്നവർ, അല്ലെങ്കിൽ 2ാം നിര നടന്മാർ, അവരൊക്കെയും സിനിമയിലെ പല ബിഗ് ഷോട്ട്സിൻ്റെയും കനിവ് കാത്തും അവരുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കി മാത്രമേ നിൽക്കാൻ പറ്റൂ എന്ന് വിചാരിക്കുന്നവരാണ്. അത് സിനിമയുടെ തുടക്കകാലം മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ ഇതുപോലുള്ള ആൾക്കാരെ പ്രീതിപ്പെടുത്തിയൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം അതിനകത്തുണ്ട്. അപ്പോൾ ഈ ബാദുഷ വലിയ ആളാണ്, അദ്ദേഹത്തെ പിണക്കിയാൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് സത്യത്തിൽ ഹരീഷ് പേടിച്ചിട്ടുണ്ടാവണം. അതാണ് ഹരീഷ് ഇത്രയും കാലം പൈസ വയ്ക്കായിരുന്നത്. അതാണ് ഹരീഷിനോട് 20 ലക്ഷം ചോദിച്ചപ്പോൾ ഹരീഷ് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ തനിക്ക് സാമ്പത്തികമായി ടൈറ്റ് ആവുന്നു, പടവും പോകുന്നു നില വന്നപ്പോഴാണ് അദ്ദേഹം തുറന്നു പറയാൻ തരട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് മറ്റ് പടങ്ങളും കിട്ടുന്നുണ്ടാവില്ല. ബാദുഷ വിചാരിച്ചാൽ ഒരുപാട് പടങ്ങൾ തടയാൻ പറ്റും. അദ്ദേഹം അത്ര വലിയ കക്ഷിയായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹരീഷിന് മനസ്സിലായി കാണും, അതായത് ആ പൈസ ചോദിച്ചതിൻ്റെ പേരിൽ തന്നെ തടയുകയാണ്. അപ്പോൾ എന്താണ് ബാദുഷ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ ചോദ്യം. ആ 20 ലക്ഷം രൂപ എനിക്ക് തന്നു, ഇവർക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്ന ആളെന്ന നിലയ്ക്ക് ആ 20 ലക്ഷം തിരിച്ചു വയ്ക്കാൻ പാടില്ല, അതെൻ്റെ അവകാശമാണെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ അദ്ദേഹം അല്ലെങ്കിൽ വിശദീകരിക്കണം. 20 ലക്ഷമൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തരാൻ ഈ നമ്മൾ പറയില്ല ഹഫ്ത വിരിക്കുന്ന പോലെ അങ്ങനെ വല്ലതാണോ? ഇനിയിപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കുമോ തിരിച്ചു കൊടുക്കാനുള്ള മടി ഉണ്ടാവുക? അങ്ങനെ ഒരുപാട് ആളുകളിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാവുമോ? അത് ചോദിക്കാൻ ഭയപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമോ?
ഇവരുടെ ഇടപാടുകളെക്കുറിച്ച് ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെ ഇടപാടുകളെക്കുറിച്ച് പല കഥകൾ കേൾക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാൻ പറ്റും. ഷിത സിനിമയിൽ അഭിനയിക്കുന്നു, നൗഫലും അഭിനയിക്കുന്നു. നിങ്ങളൊക്കെ ഒരു രണ്ടാം നിര താരങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നാം നിര താരങ്ങളും ആയിക്കോട്ടെ, നിങ്ങളുടെ ഡേറ്റ് ഞാൻ വാങ്ങിക്കുന്നു, ഇത്ര നാൾ മുതൽ ഇത്ര വരെ ഡേറ്റ് 50 ലക്ഷം രൂപയ്ക്ക് ഞാൻ ബ്ലോക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുക ഷിതയെ നായികയാക്കി സിനിമ ചെയ്യാൻ വേറൊരു പ്രൊഡ്യൂസർ വരുന്നു. നിങ്ങളെ അവർക്ക് കിട്ടിയേ പറ്റൂ, അവരുടെ ഡേറ്റ് ബാക്കിയെല്ലാം ഓക്കെയാണ്, നിങ്ങളെ കിട്ടണം, പക്ഷേ ഡേറ്റ് എൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 75 lakhs തരാമെങ്കിൽ ഇവരുടെ ഡേറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിക്കുന്നു. 50 ലക്ഷത്തിനാണ് നിങ്ങളുടെ പ്രതിഫലം. ഇപ്പോഴത്തെ ഇൻഡസ്ട്രി റേറ്റ് നിങ്ങൾക്ക് 50 ലക്ഷമാണ്. 50 ലക്ഷത്തിന് നിങ്ങൾ ആ പ്രൊഡക്ഷൻ ഹൗസിന് കൊടുക്കുന്നു, ബാക്കി 25 lakhs അവിടെ ഇരിക്കുന്നു, എൻ്റെ ഇരിക്കുന്നു. ഇത് ഭയങ്കര സജീവമായി നടക്കുന്ന ഏർപ്പാടാണ്. ഇമാതിരി കച്ചവടങ്ങളുടെ വലിയ കഥ നടക്കുന്നു. ബാദുഷയുമായി ബന്ധപ്പെട്ട് പോലും അതുമായി ബന്ധപ്പെട്ട അലിഗേഷൻസ് ഉണ്ട്. അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ എന്ന് വെച്ചാൽ ചില്ലറ കളിയൊന്നുമല്ല സിനിമയ്ക്കകത്ത് നടക്കുന്നത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു ആപ്പ്, ആ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ 600 രൂപ കൊടുക്കണം. 600 രൂപ കൊടുത്ത് ആ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത്, അതായത് കേരളത്തിലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 യുവതാരങ്ങൾ ആളുകളെ പുതിയ സിനിമയിലേക്ക്, പുതുമുഖ താരങ്ങളെ ക്ഷണിക്കുന്നു. അവരെല്ലാവരും വരുന്നു. വന്നവരോട് പറയുന്നു, നിങ്ങൾക്ക് അവസരം തരണം, തരണമെങ്കിൽ ബാദുഷയുടെ ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവസരമുള്ളൂ. ഈ പറയുന്ന ചെറുപ്പക്കാരെ കൊണ്ട് വീണ് 600 രൂപ കൊടുത്ത് അതിൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അതിൽ ആളെ കൂട്ടിയതിന് ശേഷമാണ് അത് സിനിമ എവിടെയെന്ന് നോക്കണം. ആ സിനിമ എവിടെ എത്തിയിട്ടുമില്ല. ഇത്തരത്തിലുള്ള ഞാൻ പറയുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സംഗതികൾ ഇപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണത്തിന് താഴെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ബാദുഷ അതിൽ വ്യക്തത വരുത്താൻ നിർബന്ധിതനായിരിക്കുന്നു. ഹരീഷ് കേരളത്തിലെ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. ഹെയ്റ്റേഴ്സ് അദ്ദേഹത്തിന് ഇല്ല. ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നതിന് ശേഷം ബാദുഷയെ അവഹേളിക്കുന്നു എന്ന് ചോദിച്ച ഒരു കമൻറ്റ് പോലും താഴെയില്ല. മുഴുവൻ ആളുകളും ഹരീഷിനെ പിന്തുണയ്ക്കുകയാണ്. ഹരീഷ് വളരെ ലളിതമായി അതിനെക്കുറിച്ച് പറയുകയും സംസാരിക്കുകയും ചെയ്ത വളരെ സാധാരണ നിലയിൽ നിന്ന് വരികയും അങ്ങനെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത എല്ലാവർക്കും ഇഷ്ടമുള്ള നടനാണ്. സോ ഇതിനകത്ത് ഇപ്പോൾ സംശയത്തിൻ്റെ നിലയിലുള്ളത്, ഷെയ്ഡിൻ്റെ താഴെയുള്ളത് ബാദുഷയാണ്. ബാദുഷ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പോകാതെ അദ്ദേഹത്തിന് നിവൃത്തിയില്ല. പിന്നെ ഒരു സിനിമയുടെ വൻകിടക്കാരുമായിട്ടുള്ള ബന്ധം വെച്ച് ഇതിനെല്ലാം മറികടന്ന് ചവിട്ടി പോകാമെന്ന് അദ്ദേഹം വിചാരിക്കുകയും ചെയ്യാൻ പാടില്ല. കാരണം സിനിമയെ നിലനിർത്തുന്നത്, ആളുകളുടെ പോപ്പുലാരിറ്റി നിലനിർത്തുന്നത്, വിശ്വാസം നിലനിർത്തുന്നതിൽ ജനങ്ങളുടെ വിശ്വാസത്തിന് വലിയ പങ്കുണ്ട്. അതിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ നില ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൽ വ്യക്തത വരുത്തുക. പിന്നെ 20 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന രണ്ടാം നിര മൂന്നാം നിര താരങ്ങളെ അല്ലെങ്കിൽ നടന്മാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് വലിയ പൈസയാണ്. അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം. ഈഗോയുടെ പേരിൽ അത് തടഞ്ഞു വയ്ക്കുന്ന സമീപനം ഒട്ടുമേ ശരിയല്ല എന്ന് കൂടി ഞാൻ പറയും.